കല്യാണ വണ്ടിയാണല്ലോ എന്നോർത്ത് ജാഗ്രത കുറവ് കാണിച്ചു. ഞാൻ വണ്ടി നിർത്തി. അപ്പോൾ അവർ ഇടിച്ചിട്ട് അവർ ഒതുക്കി നിർത്തി. ഞാൻ ഇറങ്ങി വരുമെന്ന് കരുതി അവരൊരു മിനിറ്റ് വെയിറ്റ് ചെയ്തെങ്കിലും ഞാൻ ഇറങ്ങിയില്ല. ഞാൻ വണ്ടി കുറച്ചുകൂടെ മുമ്പോട്ടപ്പോഴത്തേക്കും അവർ ചുറ്റിനും വന്നിട്ട് ഇറങ്ങടാ എന്ന് തെറി വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എൻ്റെ വണ്ടിയെ വന്നിടിച്ചിട്ട് ഞാൻ ഇറങ്ങണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇറങ്ങടാ നിന്നെ കാണിക്കാൻ പറഞ്ഞ് തെറി വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോഴത്തേക്കും ഉമ്മാർ ഈ പറയുന്ന ഇപ്പോൾ പേര് വെളിയിൽ വന്നിരിക്കുന്ന ഒരാളുണ്ട്, ഒരു മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന്. അയാളായിരുന്നു നേതൃത്വം കൊടുത്തത്. അയാൾ വന്നിട്ട് താക്കോൽ എടുക്കാൻ ശ്രമിച്ചു. താക്കോൽ ഇല്ലാത്തത് കൊണ്ട്, മറ്റേ ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ട് അൺലോക്ക് ചെയ്തിട്ട് ഡോറ് തുറന്നിട്ട് എന്നെ ഇടിച്ചു. ഇവർ ശ്രമിച്ചത് എന്നെ വലിച്ച് താഴെ ഇറക്കി. പാവരിമൂലം അവർ ശ്രമിച്ചപ്പോൾ എന്നെ വലിച്ച് താഴെ ഇറക്കി ആൾക്കൂട്ടത്തിൽ ഭീകരമായി മർദ്ദിക്കാനായിരുന്നു, കൊല്ലാനായിരുന്നു. അതിനകത്ത് ഒരു സംശയം എനിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അവരെ അതിനുള്ള കരുതലോടെയാണ് വന്നിരുന്നത്. കൃത്യമായ പദ്ധതി അവർക്കുണ്ടായിരുന്നു. അവൻ വലിച്ച ആൾക്കൂട്ടത്തിലിട്ട് കൊല്ലുക എന്ന ഉദ്ദേശമായിരുന്നു. പക്ഷേ ഈ പറയുന്ന ആൾ വരികയും ഈ സീറ്റ് ബെൽറ്റ് ഉള്ളത് കാരണം ഞാൻ സത്യത്തിൽ എനിക്ക് ഒരുപാട് പ്രതിരോധിക്കാൻ കഴിയാതെ സീറ്റ് ബെൽറ്റ് അഴിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സീറ്റ് ബെൽറ്റ് അഴിച്ചാൽ എന്നെ വെളിയിലിറക്കും. അവരുടെ ലക്ഷ്യം മുഴുവൻ സീറ്റ് ബെൽറ്റ് അഴിച്ച് വെളിയിലിറക്കി കൊല്ലുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ട് എനിക്ക് പലപ്പോഴും ഈ മർദ്ദനത്തെ പ്രതിരോധിക്കാൻ കഴിയും. പക്ഷേ എങ്കിൽ പോലും ഈ ഭാഗത്താണ് മർദ്ദനം. അതുകൊണ്ടാണ് എൻ്റെ മർദ്ദനം മുഴുവൻ ഈ ഭാഗത്താണ്. മുഖത്തിൽ എനിക്ക് വാതോലും തുറക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം 2 ദിവസം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ശരിയായി. ഇപ്പോഴും എനിക്ക് നെഞ്ചിന് വേദനയുണ്ട്. ബാക്കിയെല്ലാം ഏകദേശം ശരിയായിട്ട് വരുന്നുണ്ട്.